വെക്കേഷനൊക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഒരു വിൻറ്റേജ് ജേണൽ പേജസ് ഉണ്ടാക്കാമെന്ന്. ജേണലല്ല, പേജസ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പേജസ് ഉണ്ടാക്കുമ്പോൾ കുറേ സ്റ്റിക്കേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജേണലിൽ ഒട്ടിക്കാൻ അയച്ചു പോകുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് ഒക്കെ നോക്കി കുറച്ചും കൂടി ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറച്ചധികം സ്റ്റിക്കേഴ്സ് തന്നെ വേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ നമ്മൾ ഓരോ ബുക്കിൽ നിന്ന് അരിച്ച് പെറുക്കി നോക്കിയെടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ന്യൂസ് പേപ്പർ അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കുറച്ച് സ്റ്റിക്കേഴ്സ്. ഇങ്ങനത്തെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനത്തെ കട്ടിങ്സ് വേണമെങ്കിൽ നമ്മുടെ സോഷ്യലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റിൻ്റെയും പേജസിൻ്റെ ബോർഡറിൽ നോക്കിയാൽ കിട്ടും കേട്ടോ ചിലപ്പം. ഇനി നമ്മുടെ വിൻറ്റേജ് ജേണലിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ്. ഇത് ഞാനൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വേർഡ്സ് ഒക്കെ എഴുതിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എഴുതുമ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിലൊക്കെ ഉള്ള പേപ്പറിൽ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രൗൺ ആയിട്ടുള്ളതും പിന്നെ ഓഫ് വൈറ്റ് കളറിലുള്ളത്, ബ്ലാക്ക്, വൈറ്റ്, ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സാണ്. അതിന് ഇനി കുറേ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാവരുടെ വീട്ടിലുള്ളൊരു സംഭവമാണ് ഇങ്ങനത്തെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. ഒരു ബ്രൗൺ കളറായിട്ടുള്ള. അപ്പോൾ ഇത് നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇതുപോലത്തെ വേറെ ടൈപ്പും വേറെ കളറിലും ഉള്ളതുണ്ട്, അതും എടുക്കാം. ഇനി ജ്യൂട്ട് ത്രെഡ്, ഇത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്, വേണമെങ്കിൽ എടുക്കാം, അടിപൊളിയായിരിക്കും. ഇനി നമുക്കൊരു വിൻറ്റേജ് പേപ്പറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതുപോലത്തെ. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്, പിന്നെ കുറച്ച് വെള്ളം. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നോർമൽ A4 നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഉണക്കാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പേപ്പർ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചുളിക്കാം, കാരണം ചുളിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം വിൻറ്റേജ് ജേണൽ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഇനി നമ്മൾ ഫ്ലവേഴ്സൊക്കെ പ്രസ് ചെയ്യുന്ന മെത്തേഡാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെയാണ് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഇലയും ചെടിയൊക്കെ ഉണ്ടാവില്ലേ, സാധാരണ ചെടികളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളൊരു സാധാരണ പേപ്പർ എടുക്കുക. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച പൂവും ചെടിയൊക്കെ കുറച്ച് വിട്ട് പേപ്പറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ വലിയ ഒരു ബുക്ക് എടുക്കുക, അതായത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ബുക്ക് എടുക്കാനായിട്ട് നോക്കുക. എന്നാലും നമുക്കത് കറക്റ്റ് അങ്ങനെ ആയി കിട്ടും കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ബുക്കിൻ്റെ ഏകദേശം മിഡിലൊക്കെ നോക്കി പേപ്പർ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ സാധാരണ പുല്ലിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ചെടിയാണ്. ഇത് പ്രസ്സിങ് മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊളാവുമെന്ന് അറിയുന്നതുകൊണ്ട് ഞാനത് പ്രസ്സിങ് മെത്തേഡ് ചെയ്തില്ല. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അതിൻ്റെ മേലേക്ക് ഒരു പേപ്പറും കൂടി വെക്കുക. ന്യൂസ് പേപ്പർ വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് അടയ്ക്കുക. അപ്പോൾ അത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ ഒരു പരിപാടി ചെയ്യാം. നേരത്തെ നമ്മൾ കോഫി പൗഡറൊക്കെ വെച്ച് മിക്സ് ചെയ്തുണ്ടാക്കിയ ആ ഒരു പേപ്പറിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക, ഒരു പാറ്റേൺ പേപ്പറൊക്കെ പോലെ. ഇനി ഇത് റെക്റ്റാങ്കിളിൽ മുറിച്ചെടുത്ത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ലെങ്ത്തിൽ വെട്ടി ഒട്ടിക്കാവുന്നതാണ്. ഇതുപോലെ ഒട്ടിക്കാനാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ദിവസത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ എന്തായി എന്നുള്ളത് ഒന്ന് നോക്കാം. 2-3 ദിവസം കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടും കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ക്ഷമയില്ലായിട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് എടുത്തിട്ടുള്ളത്. ഞാൻ വെച്ച രീതിയിലൊന്നും ആയിരുന്നില്ല, തുറന്നു നോക്കുമ്പോൾ പൊസിഷനൊക്കെ മാറിക്കിടക്കായിരുന്നു. ഇത്രയും ചെയ്തതിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ലീവ്സാണ് കേട്ടോ. അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലവേഴ്സ് അധികം അങ്ങ് ആയിട്ടില്ല, അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫ്ലവേഴ്സ് ആണെങ്കിൽ ഭയങ്കര കുഴഞ്ഞായിരുന്നു ഇരിക്കുന്നത്. അത് ഒരു 2-3 ദിവസം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡ്രൈ ആയിട്ട് കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 ദിവസം വെക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ഇത് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ മെയിനായിട്ട് ലീവ്സ് ഡ്രൈ ആക്കാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ സക്സസ് ആയി. പാർട്ട് 2 നമ്മൾ ജേണൽ പേജസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.